നിങ്ങളുടെ ഒരു ഫ്രെയിമിനകത്ത് ഒരു വലിയൊരു ഒബ്ജക്റ്റ്, ഒരു ഫ്രെയിമിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റ് നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കും അല്ലേ? ഇപ്പോൾ ഒരു ഫ്രെയിമിനകത്ത് ഒരു ആനയുടെ ഫോട്ടോ ആണെങ്കിൽ ഒരു ആന ഫ്രെയിമിനകത്ത്, അല്ലെങ്കിൽ ഒരു തുമ്പിയാണെങ്കിൽ പോലും തുമ്പി ആ ഫ്രെയിമിനകത്ത് വലിയ സൈസിലുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുകളെ അത് ആകർഷിക്കും. അതായത് അതിൻ്റെ ആ വലിപ്പം ഫ്രെയിമിനകത്ത്, കമ്പാരിറ്റീവ്ലി ഫ്രെയിമിനകത്ത് എത്രത്തോളം നിറഞ്ഞു നിൽക്കുന്നു ആ ഒബ്ജക്റ്റ് എന്നുള്ള ഒരു കാര്യം കാഴ്ചക്കാരൻ്റെ കണ്ണുകളെ ആദ്യം ആകർഷിക്കും. ക്ലിയർ അല്ലേ അത്? അതായത് ഇപ്പോൾ ഒരു കൊതുകിൻ്റെ ഫോട്ടോയാണ് എടുക്കുന്നത്, മാക്രോ ലെൻസ് ഇട്ടിട്ട് നിങ്ങൾ ഫ്രെയിമിനകത്ത് അത് ഫില്ല് ചെയ്ത് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കൊതുകിലേക്കായിരിക്കും ആൾക്കാരുടെ കണ്ണുകൾ ആദ്യം പോകും. അത് എവിടെ ആയിക്കഴിഞ്ഞാലും, മുന്നിലായാലും പുറകിലായാലും വലിയൊരു കൊതുക് അല്ലെങ്കിൽ വലിയൊരു ഒബ്ജക്റ്റ് ആ ഫ്രെയിമിനകത്തുണ്ടെങ്കിൽ കാഴ്ചക്കാരൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോകും. അപ്പോൾ ഫസ്റ്റിൽ നോൺ ഒബ്ജക്റ്റ്, രണ്ടാമത് വലിയ സൈസ് അല്ലെങ്കിൽ ബിഗ് ഒബ്ജക്ട്സ്, ഫ്രെയിമിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ വലിപ്പ കൂടുതൽ കാഴ്ചക്കാരൻ്റെ കണ്ണുകളെ ആകർഷിക്കും. അപ്പോൾ നമ്മൾ വൈൽഡ് ലൈഫിൽ ഇപ്പോൾ ആനയുടെയൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും. പക്ഷെ നിങ്ങൾ ഒരു കൊച്ചു കുട്ടിയുടെ ആണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ അപ്പോൾ അതിനെങ്ങനെയാണ് നിങ്ങൾ വലിപ്പം കൂടുതൽ? അപ്പോൾ ഫ്രെയിമിനകത്ത് നിറച്ചു കൊണ്ടുവരിക, അതിന് ഫിൽ ഫ്രെയിം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ പുറകെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോ ഫ്രെയിമിനകത്ത് ആ വസ്തുവിൻ്റെ സൈസ് വലിയതാക്കി കാണിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ചെറിയ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസും റിയൽ ലൈഫിൽ ഇല്ലാത്ത ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ പോലും നിങ്ങളുടെ ഫോട്ടോയിൽ, നിങ്ങൾ എടുക്കുന്ന ഒരു ഫോട്ടോയിൽ അത് വലിയതായി കാണുന്നുണ്ടെങ്കിൽ കാഴ്ചക്കാരൻ്റെ കണ്ണുകൾ തീർച്ചയായിട്ടും അങ്ങോട്ട് പോകും. അപ്പം പോയിന്റ് നമ്പർ 2 എന്താണ്? നിങ്ങളുടെ ഒബ്ജക്റ്റിൻ്റെ സൈസാണ് ഇവിടെ മാറ്ററായിട്ട് വരുന്നത്. അതായത് ഫ്രെയിമിനകത്ത് അത് എത്രത്തോളം വലിപ്പത്തിൽ വരുന്നു, ഫ്രെയിമിനകത്ത് മറ്റ് ഒബ്ജക്റ്റിനേക്കാളും കൂടുതൽ വലിപ്പത്തിൽ നിങ്ങളുടെ ഈ ഒരു ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് എല്ലാ ഒബ്ജക്റ്റിനേക്കാളും വലിയതായിട്ട് സൈസ് വലിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കാഴ്ചക്കാരൻ്റെ കണ്ണുകൾ അങ്ങോട്ട് പോകും. അത് ഒരു നാച്ചുറലായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കിപ്പം എവിടെ നമ്മൾ റിയൽ ലൈഫിൽ പോകുമ്പോഴും നമ്മൾ എന്തൊക്കെയോ ഇങ്ങനെ പോയി നോക്കുമ്പോൾ വലിയൊരു പാറയോ അല്ലെങ്കിൽ ഒരു കുന്നോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും. അതേപോലെ ഒരു കൂട്ടത്തിൽ ഒരു തടിച്ച ഒരാളുണ്ടെങ്കിൽ അയാളിലേക്ക് ശ്രദ്ധ പോകും പെട്ടെന്നല്ലേ. അതേപോലെ പല സന്ദർഭങ്ങളിലും ഇതേപോലെ സൈസ് നമ്മുടെ കണ്ണുകളെ ആകർഷിക്കാറുണ്ട്. വലിപ്പ കൂടുതൽ അത് നമ്മുടെ കണ്ണുകളെ ആകർഷിക്കും. അതേപോലെ തന്നെ വലിപ്പ വ്യത്യാസം അതും നിങ്ങളെ വളരെയധികം ആകർഷിക്കും. വലിപ്പ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എല്ലാവരും തടിച്ചവരാണ് നിൽക്കുന്നത്, ആ തടിച്ചവർ നിൽക്കുന്ന ഒരാൾ മാത്രം മെലിഞ്ഞവരുണ്ടെങ്കിൽ അതും ഈ ആൾക്കാരെ ആകർഷിക്കും. അതൊരു വേറൊരു ഗണത്തിൽ വരുന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പുറകെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് അത് മാറ്റി വെക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞത് പോയിന്റ് നമ്പർ 2 വലിപ്പ കൂടുതൽ. ഓക്കെ, ഫ്രെയിമിനകത്ത് വലിയ സൈസിൽ കാണിക്കുക, അല്ലെങ്കിൽ മറ്റ് ഒബ്ജക്റ്റുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വലിപ്പം കൂടുതലുള്ള വസ്തുക്കളിലേക്ക് കാഴ്ചക്കാരൻ്റെ കണ്ണുകൾ ആദ്യം ചെന്നെത്തും. ക്ലിയർ അല്ലേ? 2 പോയിൻറ്റ്സ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒന്ന്, അയാൾക്ക് അറിയുന്ന വസ്തുക്കൾ ആ ഫ്രെയിമിലുണ്ടെങ്കിൽ അയാളുടെ കണ്ണുകൾ അങ്ങോട്ട് പോവും, അല്ലെങ്കിൽ ആ ഫ്രെയിമിനകത്ത് വലിപ്പമുള്ള ഒരു വസ്തുവിലേക്ക് അയാളുടെ കണ്ണുകൾ പോകാൻ സാധ്യതയുണ്ട്.